ഹലോ മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിറം ആർട്ട് ആൻഡ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് വരയ്ക്കുന്നത് കോർമോറന്റ് ബേഡ്സിനെ കുറിച്ചാണ്. നീർക്കാക്ക ആ പക്ഷിയെക്കുറിച്ചാണ് വരയ്ക്കുന്നത്. അതിൻ്റെ ചെറിയ വിവരണമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ലോകത്ത് 42ഓളം കോർമോറന്റ് പക്ഷികൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ചൈന, വടക്കൻ മാസിഡോണിയ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, പെറു, ജപ്പാൻ. മുകളിൽ പറഞ്ഞ രാജ്യങ്ങളെ അപേക്ഷിച്ച് ചൈനക്കാർ അവരുടെ പരമ്പരാഗത രീതിയിൽ ഇപ്പോഴും അവരുടെ തടാകങ്ങളിലും സമുദ്രങ്ങളിലുമൊക്കെ അവർ കോർമോറന്റ് പക്ഷിയെ വെച്ച് ഇപ്പോഴും മത്സ്യബന്ധനം നടത്തി വരുന്നു എന്നറിയാൻ കഴിഞ്ഞു. കോർമോറന്റ് പക്ഷിയെ ചൈനയിലെ ആളുകൾ വളർത്തി വരുന്നു. അവരുടെ ഉപജീവന മാർഗമായ മത്സ്യബന്ധനത്തിന് ഈ പക്ഷിയെ അവർ ഉപയോഗിക്കുന്നു. ഞാനിവിടെ വരയ്ക്കുന്നത് ഒരു റിസ്ക്കുള്ള ചിത്രമൊന്നുമല്ല, സിമ്പിളായൊരു ചിത്രമാണ്. ഈ നീർക്കാക്കയുടെ ചില വിവരണങ്ങൾ കേട്ടപ്പോൾ എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് വരയ്ക്കാൻ ആഗ്രഹിച്ചത്. നിങ്ങൾക്ക് ഇതൊരു പുതിയ അറിവായിട്ട് തോന്നിയാൽ ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ജപ്പാനേക്കാൾ 100 വർഷം മുൻപ് 5-ാം നൂറ്റാണ്ടിൽ പെറുവിൽ കോർമോറന്റ് പക്ഷികളെ കൊണ്ട് മത്സ്യബന്ധനം നടത്തിയിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ചൈനയിലാണ് ഏറ്റവും കൂടുതൽ കോർമോറന്റ് പക്ഷികളെ കൊണ്ട് മത്സ്യബന്ധനം നടത്തുന്നത്. അവിടെയുള്ള ഒരു മത്സ്യബന്ധനക്കാരന് ഏകദേശം 10-20 അതിലേറെ കോർമോറന്റ് പക്ഷികളെ വളർത്തി വരുന്നു. ഈ കോർമോറന്റ് പക്ഷികളെ കൊണ്ട് മീൻ പിടിക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ, കാലിൽ കയറുകൾ കെട്ടി വെള്ളത്തിലേക്ക് അവ ഇറക്കി വിടും. എന്നാൽ ഈ പക്ഷികൾ താഴെ ഇറങ്ങിച്ചെന്ന് ഏറ്റവും വലിപ്പമുള്ള മീനിനെ കൊക്കുകൊണ്ട് അകത്താക്കും. എന്നാൽ ഈ പക്ഷികൾ മത്സ്യത്തെ വിഴുങ്ങിക്കളയാതിരിക്കാൻ വേണ്ടി ഈ പക്ഷിയുടെ കഴുത്തിൽ ഒരു കയറുകൊണ്ട് ചെറിയൊരു കെട്ട് അവർ കെട്ടിയിടും, അത് വിഴുങ്ങാതിരിക്കാൻ വേണ്ടി. ഇങ്ങനെ ഈ പക്ഷി വലിയ മത്സ്യത്തെ പിടിച്ച് വിഴുങ്ങുവാൻ ശ്രമിക്കുമ്പോൾ ആ കയറ് വലിച്ച് അവർ തോണിയിലേക്ക് അടുപ്പിക്കും പക്ഷിയെ. എന്നിട്ട് അതിൻ്റെ കൊക്കിൽ നിന്ന്, അതിൻ്റെ വായിൽ നിന്ന് മത്സ്യത്തെ വേർപിടിക്കും. ഇങ്ങനെ മണിക്കൂറുകൾ കൊണ്ട് ഒത്തിരിയേറെ മത്സ്യങ്ങൾ അവർ സംഭരിക്കും. ഇപ്പോഴും ചൈനയിൽ ഇങ്ങനെയുള്ള കോർമോറന്റ് പക്ഷികളെ കൊണ്ട് മത്സ്യബന്ധനം നടത്തി വരുന്നു. നിങ്ങൾ യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ കഴിയും. കോർമോറന്റ് ഫിഷിംഗ് ക്യാച്ച് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ ഇങ്ങനെയുള്ള പക്ഷികളെ വെച്ച് മീൻ പിടിക്കുന്ന അനേക ചൈനക്കാരെ കാണാൻ കഴിയും. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ ഏകദേശം എൻ്റെ ഈ ഡ്രോയിങ് പൂർത്തീകരിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വലിയൊരു റിസ്ക്കുള്ള ഡ്രോയിങ് അല്ല ചെയ്യുന്നത്. ഒരു ചെറിയ പക്ഷിയാണ് വരയ്ക്കുന്നത്. ഈ പക്ഷിയെക്കുറിച്ച് ഞാൻ കേട്ടറിഞ്ഞപ്പോൾ എനിക്ക് വരയ്ക്കാൻ ഇഷ്ടം തോന്നി. അതുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഓൾ എന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. വ്യത്യസ്തമാകുന്ന ചിത്രങ്ങളും അറിവുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും തീർച്ചയായിട്ടും. അതുകൊണ്ട് നിങ്ങൾ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇന്ന് ലോകം വളരെയധികം പുരോഗമിച്ചു. വലകളും കപ്പലുകളും അതുപോലെ സ്പീഡുള്ള ബോട്ടുകളൊക്കെ ഉപയോഗിച്ചു അനേകം കോടിക്കണക്കിന് മത്സ്യങ്ങളെ പിടിച്ചെടുക്കുന്നു. എന്നാൽ ഇന്നും വ്യത്യസ്തമാകുന്ന പരമ്പരാഗത രീതിയിലുള്ള മീൻ പിടുത്തം അല്ലെങ്കിൽ മത്സ്യബന്ധനം ഇന്നും ചൈനയിൽ നടന്നു വരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ ഏകദേശം ഈ ചിത്രം വര ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ വലിയൊരു ആർട്ടിസ്റ്റൊന്നുമല്ല. എനിക്കറിയുന്ന കാര്യങ്ങൾ വരയ്ക്കുന്നു, അറിയുന്ന വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. എന്നിൽ ഒത്തിരി കുറവുകളുണ്ടാകും, ക്ഷമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ഇനി ഫിനിഷ് ചെയ്ത ചിത്രം കാണിക്കാം നിങ്ങളെ. ഒരിക്കൽ കൂടെ പറയുന്നു, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഓൾ എന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.